വണ്ടിയില് ആ സാധനം ഉണ്ട്. ആ സാധനം അർഷാദിന്റെ കയ്യിൽ കൊടുക്കുക. ആ മറ്റേ ഡാഷിന്റെ ബോർഡിലില്ല. അത് അർഷാദിന്റെ കയ്യിൽ കൊടുക്കുക. എന്റെ നമ്പറിൽ ആക്കും. പിന്നെ അർഷാദെ ആ സാധനം തരുന്നത് അന്റെ കീസിലിട്ടാ മതി. കീസിലിടാനുള്ളൂ. അസ്സലാമലൈക്കും. പൊന്നാറഞ്ച മാണിക്കല്ലാളെ പുകലാളെ പാണ്ടിക്കാട് കുഞ്ഞാ. കമന്റ് ഒന്നും കാണില്ല. ക്ലിയറോ സൗണ്ടോ ഒച്ചയും പൊളിയൊക്കെ ഉണ്ടെങ്കിൽ പറയും കേട്ടോ. ആ അപ്പൊ ഇന്നലെ മുതലുള്ള കോളികൾക്ക് നമ്മളെല്ലാവരും കണ്ടതുമാണ് കേട്ടതുമാണ്. 2 ഉസുറും പുളി മാനവസാനവും തന്തിയും തറവാടും ഇല്ലാത്ത കുറച്ച് ടീം ഇറങ്ങിയിട്ടുണ്ട്. ഫിറോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാണിക്കക്കലിനെ തകർക്കാൻ വേണ്ടിയുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ ലൈവ് വരാത്ത എന്തെന്ന് പറയോ? വേണ്ട, ഒരിതുവരെ കളിച്ചെന്ന് നോക്കട്ടെ, എന്നിട്ട് വരണമെന്ന് കരുതിയാണ്ട് നിൽക്കുന്നു ഞാൻ. പിന്നെ ആ കള്ളത്താടി ഉണ്ടല്ലോ, എന്താ ഓന്റെ പേര്, ആ കഞ്ചാവും വലിച്ചു നടക്കണോന്റെ പേര്, പിന്നെ ഒരു മൊട്ട ഉണ്ട്. ആ മൊട്ടന്റെ പേരാണ് ഇപ്പൊ ഞാൻ ആലോചിച്ച് നോക്കണത്. ആ പയനൂരിലുള്ള ഒരു മൊട്ട ഉണ്ട്. അപ്പോ രണ്ടാളോടും പാടെ പറയാണ്, ഞാൻ നാട്ടിലില്ലാത്ത നിങ്ങളെ നല്ല കാലം നിങ്ങൾ കരുതിയാൽ മതി. ഞാൻ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇഞ്ച ചെറുക്കന്റെ രോമത്തോ ഇഞ്ച ചെറുക്കനെ പറ്റിയാണ് പറയാനോ ഞാൻ അയക്കൂല. നിങ്ങളെന്താ മനസ്സിലാക്കിക്കണത്? നിങ്ങൾക്ക് അത്ര വലിയ ഉറപ്പില്ലവരാണെന്നുണ്ടെങ്കിൽ പാണ്ടിക്കാട്ട് അങ്ങാടിക്ക് വരും. ഇജ് ആ മൊട്ട എന്നോടോ പറയല്ലേ, ഇജ് നാട്ടിൽ പോയാണ്ട് സകല ആൾക്കാരെത്തും പോയാണ്ട് ലൈവ് ഉണ്ടല്ലോ, അതെങ്ങാനും ഇഞ്ച മൂത്ത് നോക്കിയാണ്ട് എന്റെ ഫോൺ എങ്ങാനും ലൈവ് ഇട്ടിക്കണമെന്നുണ്ടെങ്കിലോ ആ ഫോൺ എറിഞ്ഞങ്ങട്ട് പൊട്ടിച്ചു കുഞ്ഞാം. അനക്കിന്നെ ശരിക്കറിയില്ല. ഞാൻ എന്നോട് പണ്ടേ പറയണം, ഇജ് ഒരു ദിവസം എന്നെ വിളിച്ചതാണ്. വിളിച്ചപ്പോ എന്റെ നാട്ടിൽ എന്റെ കടന്റെ മുമ്പിൽ വന്നാണ്ട് ലൈവ് ഇട്ട ആളാ ഞാൻ. കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത കുലുങ്ങൂല. മനസ്സിലായില്ലേ? അപ്പോ ആ കളി ഉണ്ടല്ലോ അത് നിർത്തിക്കള. എന്നെ കൊണ്ടൊക്കെ എന്താ അറിയോ, പാവങ്ങൾക്ക് 10 റുപ്യ കിട്ടണത് മുടക്കാനുള്ള എന്നെ കൊണ്ട് മുടക്കാനുള്ള കജ്ജ. ഇപ്പോ ജിദ്ദ ബകാല കൂട്ടായ്മന്റെ പേരിൽ അതേമാതിരി പിന്നെ ഒരുപാട് ആൾക്കാരുടെ പേരിൽ ഇജ്ജ് വേണ്ടാത്തതും ഇതൊക്കെ കുറെ പറഞ്ഞുണ്ടാക്കിയതാണല്ലോ. എന്താ ഒലക്ക നിങ്ങൾ രണ്ടാളും തുനിഞ്ഞങ്ങട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ഒന്നും സംഭവിക്കൂല അവിടെ. അതാദ്യം മനസ്സിലായിക്കോ. പിന്നെ ഫിറോസ് കള്ളനാണോ മറ്റോനാണോ? നിങ്ങളിങ്ങനെ പെണ്ണുങ്ങളെ മാരി കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ് അവിടെ തൊലിച്ചിയാളെ നിങ്ങളിങ്ങനെ നടക്കണ്. നിങ്ങൾ ആരെ പേടിപ്പിച്ചണത്? ആരെ നിങ്ങൾ പേടിപ്പിച്ചത്? നിങ്ങൾ അതിന് മാത്രല്ലേ ഉറപ്പൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. പിന്നെ ഫിറോസിനെ ഞാൻ നല്ലോണം സപ്പോർട്ടും ചെയ്യും, ഓൻ്റെ ഒപ്പം ഉണ്ടാവും ചെയ്യും. അത് പിന്നെ ഏത് വാപ്പ പറഞ്ഞാലും നമ്മളെ നിർത്തൂല. ഞാൻ പറയല്ലോ, നമ്മൾ ദുബായിലായി പോയി, അല്ല നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇജ് മാനന്തവാടിയല്ല എവിടെയല്ല വെച്ചാൽ ഞാൻ വന്നിരുന്നു. അനക്കെന്നെ ശരിക്കറിയില്ല. ഇനിയിപ്പോ തല്ലാനോ കൊല്ലാനോ അങ്ങനെ എന്തെത്താണെന്നുണ്ടെങ്കിൽ ലൈവ് ഉണ്ടല്ലോ, എന്റെ മേത്തക്ക് അങ്ങാനും വന്നുകാണ്ട് ആ ലൈവ് ഇട്ടിക്കണമെന്നുണ്ട്. എന്റെ ഫോണും ഉണ്ടാവില്ല, എന്റെ കണ്ണും മോറും ഉണ്ടാവില്ല. അത്ര ഇതിലിപ്പോ 2500 ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ ഈ 2500 ആൾക്കാരോട് എനിക്ക് പറയേണ്ടത് എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ നമ്മളൊരു പാവങ്ങൾക്കും വേണ്ടിയാണ് ലൈവ് ഇട്ട് പോകുമ്പോ അതിന്റെ അടിയിൽ വന്നിട്ട് ആ പാവങ്ങൾക്ക് വല്ലതും കിട്ടും. അത് മുടക്കാന് നിന്നിട്ട് കാര്യമല്ല. അത് നിങ്ങൾ നല്ല ഏത് വാപ്പാര് വിചാരിച്ചാലും നടക്കൂല. അപ്പോ പിന്നെ കഞ്ചാവും വലിച്ചു നടക്കണ ഒരു കള്ളത്താടി ഉണ്ട്, ഒരു വൃത്തികെട്ടവൻ, ഉസുറും പുളിയും മാനവസാനവും തന്തിയും തറവാടും ഇല്ലാത്തോ. കുറച്ച് കുറെ ഉണ്ടാക്കാൻ നോക്കിയതാണ്, അത് നടന്നിട്ടില്ല. അപ്പൊ നിങ്ങളൊക്കെ കളിച്ചാൽ ചിലപ്പോ എന്താ പറയുക, ഫേസ്ബുക്കിന്റെ പേജ് പോകും, അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങൾ കൊണ്ടൊന്ന് ഹാക്ക് ചെയ്യാൻ കഴിയും. ഇതല്ലാതെ നിങ്ങൾ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക? എന്താ ചെയ്യാൻ കഴിയുക? എന്തെങ്കിലും കാട്ടും, ഒന്നും ചെയ്യാൻ കഴിയില്ല. കുഞ്ഞാ ആ മാസ്ക് എടുത്താടാ. ഹായ്, എവിടെയാണ് ഇപ്പോൾ? ഇപ്പൊ നമ്മൾ ദുബായിലുണ്ട് കുഞ്ഞാ. ദുബായിൽ നമ്മളെ സ്ഥാപനമാണ് മിഹ്റ ട്രാവൽസ്. അത് നമ്മളെ ചങ്കിന്റെ സ്ഥാപനം. അവിടെ ഉള്ളു ഇപ്പൊ വൈഫൈ ഇല്ലത്. അപ്പൊ അങ്ങോട്ട് വന്നിക്കാണ് നമ്മള്. ഗുഡ്. ഇന്നലെ പൊട്ടന് അടി കിട്ടിയത് കണ്ടിട്ട് ചിരിച്ചിക്കണ് ഞാൻ കൊറേ. പൊട്ടന്റെ മൂന്നടിച്ചാണ്ട് ആരോ പൊളിച്ചിക്കണ്. മാനന്തവാടിയത്തെ മാണിക്കക്കല്ലാള് പുകലാള് പൊട്ടന്റെ മൂന്നടിച്ച് പൊളിച്ചിക്കണ് ഞാൻ കണ്ടു. പിന്നെ ആ കുട്ടിക്കും മാണ്ടിയാണ്ട് ഫിറോസ് ലൈവ് ഇട്ടിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാ തേങ്ങാ പുണ്ണാക്കും ചങ്ങായിമാരെ എങ്ങൾക്കോ കാട്ടി തന്നില്ല. ഇത്രയും പബ്ലിക്കിന്റെ അടിയിൽ, ഇത്രയും ജനങ്ങളുടെ അടിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടുണ്ടായില്ലല്ലേ? എന്നിട്ട് ഇപ്പൊ നിങ്ങളെ പുടിച്ചുകാണ്ട് ഇങ്ങനെ കുറച്ച് തൊലിച്ചിയാൾ ഇറങ്ങിയിരിക്കണ്. ഒരു 2 പിന്നെ കൊറ്റല്ലാത്ത ഉസുറും പുളിയില്ലാത്ത കുറച്ച് ചീന ജന്തുക്കള്. അപ്പൊ ഞാൻ എന്താ പറയാറ്, ഞാൻ ഏതായാലും 2-3 ദിവസം കൊണ്ടായിട്ട് വരാം. എന്നിട്ട് നമുക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങൾ തീരുമാനിച്ച. പിന്നെ ആ മൊട്ട എന്നോടോ പറയല്ലേ, ഇജ്ജെന്താ പറഞ്ഞത്? പിന്നെ ഒരു
സദസ് വെച്ചാണ്ട് അവിടെ ഇരുന്നുകാണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നല്ലേ ചെങ്ങായി. ഉറപ്പില്ലാത്തവനെ എന്നോട് എന്തൊക്കെ സംസാരിക്കാനാണ്? എന്തോലൊക്കെയാണ് എന്നോടൊക്കെ സംസാരിച്ച? എത്ര തന്തക്ക് വിളി കേട്ടിട്ടും എത്ര മൂന്നടിച്ച എന്റെ പൊട്ടിച്ചിട്ടും ചെങ്ങായി അനക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലല്ലോ അല്ലേ? അനക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലല്ലോ. ഏതായാലും ഇന്നലെ അല്ല നല്ലോ കിട്ടിക്കണോ അത് പറഞ്ഞാൽ ആദ്യിച്ച് അത്യാവശ്യത്തിനൊക്കെ കിട്ടിക്കണമെന്നില്ല എനിക്കറിയാം. നിങ്ങൾ കുറച്ച് ആൾക്കാർ വയനാട് പോയി കാണ്ടേ പിന്നെ ആ വയനാട്ടിലത്തെ കുറച്ച് നല്ല മനുഷ്യന്മാരെ പെരുമ്പാടെ കളയാൻ വേണ്ടിക്കാണ്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കണ്. വേണ്ടാത്ത ഓരോരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാണ്ട് അതിനില്ലതൊന്നും ചങ്ങായിമാരെ എങ്ങക്കില്ല. പിന്നെ ഫിറോസ് വീഡിയോ ഇനിയും ചെയ്യും ഇതേമാതിരിക്കത്തെ ഒരുപാട് പാവങ്ങളെ സഹായിക്കും ചെയ്യും. നിങ്ങളെ കൊണ്ടൊക്കെ എന്താണോ ചെയ്യാൻ കഴിയണെച്ച നിങ്ങൾ ചെയ്ത് കാണിച്ച് തന്തക്ക് പറഞ്ഞോലാണെങ്കിൽ കേട്ടോ, തന്തക്ക് പറഞ്ഞോലാണെങ്കിൽ അതിനില്ലതുണ്ട് നിങ്ങളെ കാണിക്കും. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല. കുഞ്ഞാനെ നല്ല കൈ കിട്ടിയിട്ടില്ല. ഒരു 2-3 ചെറ്റലാള് അങ്ങനെ തന്നെ പറയാം. ചെറ്റലാന്ന് എന്തൊക്കെ ചങ്ങായിമാരെ മേമാക്കാറമാര് ഒറ്റടിക്കുങ്ങളില്ല. നിലം കപ്പിയാണ്ട് ആട്ട് ബുക്കുങ്ങള് അപ്പോ ആ മൊട്ടാളോടൊക്കെ വെച്ച് പറയാല്ല എന്താ അറിയോ, ഇങ്ങള് ഇതല്ല ഇതിന്റെ അപ്പുറം വലിയ കളി കളിച്ചു ഫിറോസിനെ തകർക്കാൻ വേണ്ടിയാണ്. ഫിറോസിന്റെ കൂടെ ഞങ്ങള് പ്രവാസികളായ ഞങ്ങളുണ്ട്, അതേപോലെ ഒരുപാട് സാധാരണക്കാരുണ്ട്. എല്ലാരും ഫിറോസിന് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങൾ നിൽക്കും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇന്നെ പറ്റിയ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയ അത് ഞമ്മക്ക് വിഷയമല്ല. നിങ്ങളും ഫിറോസും നമ്മുടെ മുത്താണ്. പൊന്നാര മുത്തുമണിയെ മുത്തായിട്ട് കാര്യമൊന്നുമില്ല. ആ പാവത്തിനും മാണ്ടിക്കാണ്ട് സഹായിച്ചുകാണ്ട് വീഡിയോ ചെയ്തിട്ട് പൈസ ആയിട്ട് ആൾ അക്കൗണ്ടിൽ വന്നിട്ട് ഇപ്പോൾ ഓർക്ക് എണ്ണ അടിച്ചാൻ പൈസ അല്ല, മറ്റേതടിച്ചാൻ പൈസ അല്ല, കാറും മറ്റേതും മറിച്ചതും കഴിഞ്ഞാണ്ട് ഇപ്പോൾ ഓർക്ക് ഇനിയും വേണം. ഇനിയും ഫിറോസ് ലൈവ് ഇട്ട് കൊടുത്താണ്ട് ഇനി ലക്ഷങ്ങൾ വേണം. അത് കണ്ട് ശീലിച്ചു. കഞ്ചാവന്നെടാ ഇജ്ജ് പറഞ്ഞത് ശരിയാണ്. ഓല് വെറും കഞ്ചാവ് എന്ന് പറയാറ് പെരും കഞ്ചാവാണ്, പുടുത്തം മുട്ട കഞ്ചാവാണ്. ഫുൾ സപ്പോർട്ട്. ഫിറോസ് മുത്താണ് ചങ്ങായ. കുഞ്ഞാനെ ഫിറോസിനോട് അവരെ പോയി കാണാൻ പറ. ഫിറോസ് കാണൂല. ഫിറോസിന്റെ കാലിന്റെ അടിക്ക് വേണമെങ്കിൽ ചെറ്റലപ്പട്ടിയാളെ മാറി ഇങ്ങോട്ട് വരട്ടെ ഫിറോസിന്റെ അടുത്തേക്ക്. അതാ വേണ്ട. അല്ല ഫിറോസ് എന്താ ചങ്ങായി യൂസറും പൊളി മാനവസാനം ഇല്ലാതെ അവിടെ പോയി കാണുന്നത് എന്താ? ഫിറോസ് ഒറ്റ തന്തക്കുണ്ടായതാണ്. ഒറ്റ തന്തക്കുണ്ടായ ആൺകുട്ടിയാണെന്ന് തെളിയിച്ചതാണ്. ഫിറോസ് ഒറ്റ തന്തക്കുണ്ടായ ഒരു ആൺകുട്ടിയാണ്. കാരണം നിങ്ങളിപ്പോ രാഷ്ട്രീയത്തിന്റെ പേരിലും മറ്റേ പേരിലും മറിച്ചേ പേരിലും ഇട്ടുകാണ്ട് ഓനെങ്ങനെ പറയണ്ടല്ലോ. അടച്ചോറായിട്ടില്ല തമ്പുരാരെ. മാമനോട് വല്ലാതെ കളി ഇതാക്കും. ഫുൾ സപ്പോർട്ട് പോലെ കുറച്ച് തൊലിച്ചിയാൾ ഇറങ്ങിക്ക. തൊലിച്ചിയാള്, ചെറ്റല തൊലിച്ചിയാള്. നിങ്ങളിങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ. നിങ്ങളിൽ എത്ര വലിയ ഒരു ആൾക്കാര്. അവ നിങ്ങളോടെന്താ പറയുന്നത്? ഇത് ഫിറോസെ ഇത് അനക്കില്ല മറുപടിയാണ്. ഇത് ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ ഫിറോസെ വിളിച്ചു. കാരണം ഇജ്ജ ചങ്കായതുകൊണ്ടാണ് എന്നോട് പറയണത്. ഇവരെ വാപ്പാര് വന്നാലും ഇജ്ജ് നെഞ്ചും പിരിച്ചു നിൽക്കണം. അതാണ് ഇജ്ജ് ചെച്ചേണ്ടത്. അല്ലാതെ പിന്നെ വേറൊന്നും ഇഞ്ച കുട്ടി ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇവരൊന്നും ഞമ്മക്ക് അരല്ല. അത് ആദ്യം മനസ്സിലാക്ക്. ഇവര് എന്ന് പറഞ്ഞ സംഭവം നമുക്കൊരു ഹരല്ലാത്ത സംഭവമാണ്. ഇവര് നമുക്ക് അരല്ല ഇവിടെ ഈ ഓഫീസിൽ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വേറെ 2-3 കാര്യങ്ങൾ പറയാണ്ട്. അപ്പൊ ഇറ്റാൾ കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് അത് പറയാത്തതാണ്. കുഞ്ഞാനെ ഫുൾ സപ്പോർട്ട്. പടച്ചോനെ 3800 ആൾക്കാർ ലൈവില്. വല്ലാത്ത ജാതി തന്നെ കേട്ടോ. 3800 ആള്. ആ നായിന്റെ മക്കളെ മുഖത്ത് 2 കൊടുക്കാൻ വല്ല വഴിയുണ്ടോ? എന്തിനാ നീ കൊടുക്കണത്? ഓടുക. ആ കള്ളത്താടി ഉണ്ടല്ലോ, കള്ളത്താടി കക്കൂസ് പോയാണ്ട് ഒളിച്ചു നിൽക്കുക. പിന്നെ ആ മൊട്ടന്റെ മോന്ത നിങ്ങൾ കണ്ടിക്കണോ ശരിക്ക്? ഒരു ജാതി കോരല്ലേ, ഒരു ഈമാല പോരോടൊക്കെ പറയണത്. കുറച്ച് ഉസുറുമ്പുളി മാനവസാരോട്ടുണ്ടെങ്കിൽ ഇവര് ഈ 3 തീട്ടങ്ങളുണ്ട്. 3 4-5 തീട്ടങ്ങളുണ്ട്. ഫിറോസ് ചെയ്യണ മാതിരി ഒരു വാപ്പാനെ കൊണ്ടും ചെജ്ജാൻ കജൂല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഫിറോസ് എന്ന് പറഞ്ഞ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ കോടികളാണ് വരുന്നത്. ആ ലൈവ് ഒരുപാട് ആൾക്കാര് പിന്നെ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്.
കുഞ്ഞാനെ കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങളാരും ലൈവ് ഇട്ടാലും നിങ്ങൾക്ക് 10ന്റെ പൈസ വരില്ല. ഇപ്പൊ ഇനി വേറെ കാര്യം, ഈ പയ്യന്നൂരത്തെ ഈ മുട്ട ഉണ്ടത്, ഈ മുട്ട നാള് ഒരു പാവം പിടിച്ച ഒരു പെരി പോയി കണ്ട് ലൈവ് ഇടാൻ പോയി. ലൈവ് ഇടാൻ പോയപ്പോ നമ്മളൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുള്ളല്ലോ ചെയ്യാ. അത് സാധാരണയായിട്ട് പിന്നെ ഇവർക്കും മാണ്ടിക്കാണ്ട് നിങ്ങൾ സഹായിക്കണം, എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇവന് ലൈവ് ഇടാൻ പോയടത്ത് എന്താ പറയണോ, ഫിറോസ് അങ്ങനെ ചെയ്തിക്കണ്. ഫിറോസ് ഇങ്ങനെ ഒരു പാവത്തിനെ രക്ഷിക്കാൻ പോയടത്തുനിന്നും ഇവന് ഫിറോസിനെയും അതേമാതിരി പിന്നെ വേറുള്ള ആൾക്കാരെയും ചീത്ത പറയാ. വൃത്തികെട്ടോ, സുറുമ്പുളില്ലാത്ത, മാനവസാനമില്ലാത്ത, കള്ളത്താടി, വൃത്തികെട്ടവൻ. ഏതായാലും പിന്നെ ഇവിടുന്ന് വരുമ്പോ 2-3 സാധനം കൊണ്ടുവരുന്നുണ്ട്. അതേറ്റായിട്ട് വരാം. ഫുൾ സപ്പോർട്ട് കുഞ്ഞാനെ കട്ട സപ്പോർട്ട്. പുത്തും മണിയാളെ സപ്പോർട്ടിന്റെ കാര്യമൊന്നല്ല ഇവിടെ. ഓൻ ഞാൻ പറഞ്ഞില്ല, അള്ളയാണ് സത്യം. ഇന്റെ മുന്നിക്ക് ഓന്റെ മൂട്ടി അളഞ്ഞ ഫോണും വെച്ചാണ്ട് വന്നു കഴിഞ്ഞാല് ആ ഫോണും ഉണ്ടാവില്ല, ഓന്റെ മൂണ്ടി ഉണ്ടാവില്ല, അടിച്ചാട്ട് പോയിട്ടില്ല. കലിപ്പ് തീര്. എടാ ഞമ്മളവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സത്യം കേട്ടോ, ഞമ്മളൊക്കെ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വയനാട് പോയാണ്ട് ഓരോന്ന് കണ്ടിരുന്നു. പിന്നെ നമ്മളൊക്കെ വിമർശിക്കുന്ന ആൾക്കാര് എന്തൊക്കെ ഏതൊക്കെയെന്നില്ല ശരിക്ക് എനിക്കറിയാം. കാരണം എന്താ പറയാ, നമ്മ അന്നം തന്നുള്ളവര് മനസ്സിലാവും. കുഞ്ഞാനെ അവനെ പറ്റി 2 വാക്ക് പറ. അവനല്ലേ ഇതിനൊക്കെ കാരണം. ആരടാ? ഫിറുവിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ. അടങ്ങ് മാണിക്കല്ലേ, ഇത് അടങ്ങൂല കേട്ടോ. ഇത് അടങ്ങണ കളിയല്ല, ഇത് ഞാൻ അടങ്ങൂല. നമ്മളവിടെ അല്ലാതായി പോയി. എന്നിട്ട് ഫിറോസ് ലൈവ് ഇട്ടു. ഫിറോസ് അവിടെ പെരി പോയാണ്. ആ ജനങ്ങളും മഹല്ലത്തെ ആൾക്കാരൊക്കെ പോയി ലൈവ് ഇട്ടു. അതിന്റെ വൈത്താലെ ഈ തൊലിച്ച് പോയി കണ്ട് കക്കൂസ് പോയി കണ്ട് ഓ ലൈവ് ഇടാ. ഈ പൊന്നാരഞ്ച് ചേച്ചിയെ ഇതാ പിന്നെ ചേച്ചിന്റെ പേരൊന്നും അറിയില്ല. പിന്നെ ചേച്ചി നിങ്ങളോട് പറഞ്ഞേ, നിങ്ങളെ കുട്ടിക്കും മാണ്ടിക്കാണ്ട് ഫിറോസ് ചെയ്തത് എന്താണ്? ഒരു നല്ല കാര്യം ചെയ്തത്. ആ പൈസ നിങ്ങൾക്ക് തന്നെ കിട്ടിയത്. പിന്നെ ആരായാലും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് ബാക്കിയുള്ളത് വേറെ രോഗികൾക്ക് കൊടുക്കും. അപ്പൊ നിങ്ങള് നല്ലത് ചെയ്തിട്ട് ലാസ്റ്റ് ഫിറോസിന്റെ ബാക്കിന് ഇട്ടുകൊണ്ട് ഇഞ്ച മരണത്തിന് കാരണം ഫിറോസ് ആക്കാരം, ഞങ്ങൾ മരിച്ചാൻ പോവാണ്, മരിച്ചത് പോവാണെന്നൊക്കെ പറഞ്ഞാണ്ട് നിങ്ങൾ നെട്ടിച്ചത് എന്തിനാ ചേച്ചിയെ? നിങ്ങൾക്കും വേണ്ടി സഹായിച്ചിക്കല്ലേ, അല്ലാതെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. പൈസ തന്നിക്കല്ലേ. അതേമാതിരി പിന്നെ ഇവര് കുറച്ച് ദിവസം വയനാട്ടിലത്തെ മാണിക്കക്കല്ലാളെ ഇങ്ങളോടാ പറയല്, കുറച്ച് ദിവസമായിട്ട് ഇവൻ വയനാട്ടിൽ കറങ്ങി കളിച്ചിട്ടുണ്ട്. ആ പാവം പിടിച്ച വികലാംഗരായ പിന്നെ മാപ്പിൻ്റെതും പെണ്ണുങ്ങത്തും പോയിക്കാണ്ട് അവിടെ പെരക്ക് നൂറുദ്ദീന് പിന്നെ 1 ലക്ഷം അടിച്ചു മാറ്റി, മറ്റേത് അടിച്ചു മാറ്റി അവിടെ കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ മാണിക്കക്കല്ലാളെ പുggലാളെ ഓനെ താമരശ്ശേരി ചുരം ഇറങ്ങാനയക്കരുത്. അതാ വേണ്ട. ആ കൊരങ്ങന്മാരെ പിന്നെ ഏരിക്ക് അങ്ങോട്ട് ഉന്തി മറിച്ചിടുക ഓന്. ആരെ? ഈ മൊട്ടനെയും ഈ കള്ളത്താടിനെയും. കുഞ്ഞാനെ നീ പോകുമ്പോൾ ഒരു ചൂരലല്ല ഞാൻ കൊണ്ടുവരാം. ഞാൻ ചൂരലല്ല, ഇതിന്റെ അപ്പുറം ഞാൻ കൊണ്ടുവരും. ഇന്ന് നമ്മളെ ലൈവിലെ ഈ 5000 ആൾക്കാരിലോട്ട് നമ്മളെന്താ പറയുക, ഇങ്ങനെ സ്നേഹം കൊണ്ടാണ് നമ്മളത്തേക്ക് വന്നതെന്നില്ല. നമ്മ ഇല്ല കാര്യം ഏത് വാപ്പാന്റെ മുഖത്തൊക്കെയാണ് തുറന്ന് പറയണം. അതാണ് വേണ്ടത്. കുറച്ച് തൊലിച്ചയാള് ഫിറോസിനെ നന്നാക്കാറാണ്. ഫിറോസ് നല്ലോനാണോ നിങ്ങളല്ല തീരുമാനിച്ചിട്ടുണ്ട്. ഓനെ കൊണ്ട് ഉപകാരമുണ്ട്. ഒരുപാട് പാവപ്പെട്ടവർക്ക് വീട് കിട്ടിയിക്കണോ, അതാദ്യം നിങ്ങൾ പറയും. ഒരുപാട് രോഗികളെ കണ്ണീരോനെ ഒപ്പിക്കണോ. പാവം പിടിച്ച കുട്ടികളെ കല്യാണം കഴിപ്പിച്ചാണ്ട് വിട്ടിട്ടില്ലേ, പണ്ടോ സാധനമൊക്കെ കൊടുത്തുകാണ്ട്. കുഞ്ഞാനെ മീസൊന്ന് വെച്ച് ചെങ്ങായി പിന്നെ മല കത്തുമ്പോഴാണ് മീസ വെച്ചാൻ പറയണം. വല്ലാത്ത ജാതിയായിട്ട്. ഏതായാലും പിന്നെ വേറൊരു കാര്യം പറയല്ല, എന്തറിയോ, വേറൊരു കാര്യം പറയാം. ഈ ജിദ്ദ ബഗാല കൂട്ടായ്മയിലെ കുറച്ച് മാറിക്കല്ലാണ്ട് ഇവരെ പേരും പറഞ്ഞുകാണ്ട് നിങ്ങൾ കുറെ നടന്നു. കള്ളന്മാര് മറ്റേത് മറിച്ച്. അപ്പൊ ഈ ഫിറോസിന്റെ ഇതിൽ ഇങ്ങോട്ട് ചായന്ന് ഇങ്ങോട്ട് കുത്താണ് ഇവരൊക്കെ. ഫിറോസിനെ സപ്പോർട്ട് ചെയ്യണവരൊക്കെ കള്ളന്മാര് അല്ലേ? ഓജരാജമായ തപ്പുരാജ വെച്ച ചിരിച്ച് ഞാൻ തന്നെ ഒരു ഭാഗത്തേക്ക് പണ്ടാരടങ്ങിയായിട്ട് കുപ്പിക്കല്ലെടുത്താണ്ട് നിൽക്കാണ്. പിന്നെ ഇനി വേറെ കാര്യം, നമ്മളിവിടെ ദുബായിൽ വന്നപ്പോ പറഞ്ഞു പിന്നെ ഇത് കറങ്ങാൻ വേണ്ടി വന്നതാണ്. സത്യത്തിൽ കറങ്ങാൻ വേണ്ടി വന്നതാണ്. പക്ഷെ എന്താ പറയുക, കറങ്ങാൻ എനിക്ക് പറ്റിയില്ല. ഇവിടെ തള്ളല്ല കേട്ടോളിയും പറഞ്ഞാൽ കുറച്ച് മാണിക്കക്കല്ലുകൾ പുggലാളുണ്ട്. ഇവരൊപ്പം നടന്നുകാണ്ട് ഒരു 100-150 ആൾക്ക് പിന്നെ ഈ സൗദിക്ക് പോകാൻ പറ്റാത്തവർക്ക് റൂം നമ്മൾ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 150 ആൾക്ക്. പിന്നെ കണ്ടമാനം കിറ്റ് കാര്യങ്ങള് അതും നമ്മൾ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ കടന്റെ മുന്നിലും പോയാണ്ട് വീഡിയോ ലൈവ് ഇങ്ങനെ ഇട്ടുകാണ്ട് കിറ്റ് ഇങ്ങനെ തരും ഞമ്മക്ക്. എന്നിട്ട് അത് പാവങ്ങൾക്ക് കൊടുക്കുക. പിന്നെ കുറച്ച്
ഇതും കിട്ടിയിട്ടുണ്ട്. എന്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു 10-50 എണ്ണം. അത് ഓരോരുത്തർ റേറ്റ് ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ട് നമ്മള്. ഇതൊന്നും നമ്മൾ പബ്ലിക് ആക്കണില്ല. ഫുൾ സപ്പോർട്ട് തന്നെ. വേറെ എന്താ പറയാനോ. അല്ല ഇപ്പൊ ഈ പൊട്ടന്മാരെ എവിടെയാണ് ഉള്ളത്? ഞാൻ പിന്നെ ബാക്കി ലൈവ് ഒന്നും ഞാൻ ഫുള്ള് കാണാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര ബിസിയാണ്. പിന്നെ അക്കീം വെറും തീട്ടം. പോയി റെസ്റ്റ് എടുക്കൂ. കണ്ണൂരിൽ വരേണ്ടതല്ലേന്നോ? ആരാടാ? പോയി പണി നോക്കാൻ പറ. അപ്പോ ഞമ്മക്ക് നിങ്ങളോട് പറയാല്ല എന്താ അറിയോ, വല്ലാതെ ഉണ്ടാക്കാൻ നിക്കണ്ട, കളിച്ചാൻ നിക്കണ്ട, ഒലത്താൻ നിക്കണ്ട. ഫിറോസിന്റെ ഒരു രോമത്തില് നിങ്ങളെ കൊണ്ട് ഒന്നും കാട്ടാൻ കഴിയൂല. ഓൻ ആര് ആരാട്ടക്കണ് ഇട്ടോ? ആ ഫോൺ കാട്ടിക്കാം. ഇട്ടപ്പോ ഇതാക്കണ്. അടുത്ത ലൈവ് ഇതാ വന്നിക്കണ്. പടച്ചോരെ, ഇവർ ഈ കുട്ടിനെയും വെച്ച് കണ്ട് മാനം കളയാൻ നിൽക്കട്ടെ. ഈ കുട്ടിക്ക് ഇപ്പൊ ജീവൻ തിരിച്ചിട്ടിയതാണ്. ഇനി ഇവന്റെ കാരണം ഇനി ഈ കുട്ടിനെ എന്തെങ്കിലും കാട്ടും. ഈ വൃത്തികെട്ടോ കാട്ടിക്കൂട്ടുന്ന ഓരോരോ പരാക്രമം നോക്കാം. ഈ പാവം കുട്ടി എന്തറിഞ്ഞു? മൊട്ടെ ഉസുറും പുളിയും മാനവസാനം ഉണ്ടോ എന്റെ തന്തേ. പച്ചപ്പാവം കുട്ടിനെയും വെച്ചുങ്ങാണ്ട് പൈസ ഉണ്ടാക്കാം, മുതലുണ്ടാക്കാം. വല്ലാത്ത ജാതി ഹംക്കന്നെ ടച്ച്. ഇന്നലെ പിന്നെ വേറെ കാര്യം, മാനന്തവാടിത്തെ മുത്തുമണിയാളെ നിങ്ങള് ശരിക്ക് ഓനെ തച്ചിട്ടില്ല എന്ന് വെച്ച് മനസ്സിലായി. കാരണം എന്താ, ഒറ്റ അടിയുള്ളു കിട്ടിയിട്ട് ഓന്റെ ചൂടാണി കുറ്റിക്ക്. അപ്പൊ തന്നെ ഓന് ദഹിക്കണ്. ഈ ചങ്ങായിക്ക് എന്താ അറിയോ, പെരീന്നും സ്വസ്ഥത കിട്ടില്ല, എവിടുന്നും സ്വസ്ഥത കിട്ടണില്ലേ. പിരാന്ത് പിടിച്ചിക്കാണ്. ഇവനെങ്ങനെ ഫിറോസിന്റെ മാതിരി ആകാൻ കച്ച? ഓനെ കൊണ്ട് ആകാൻ കച്ചൂല. എവിടെ? മാനന്തവാടിയിൽ ഉണ്ടല്ലേ. നമ്മളാണ് ഇപ്പൊ ദുബായിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ട് വരാനും പറ്റൂലല്ലോ. മാനന്തവാടിക്ക് ഇപ്പൊ എത്തൂല. അക്കീം ലൈവ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഞാൻ കണ്ടിട്ടോ സാറെ, ഞാൻ കണ്ടു. ആ കുട്ടിന്റെ മോറും വെച്ചാണ്. ഏതാണ് ആ ലൈവ്? ഏതാണ് കുഞ്ഞ? അത് വന്നിക്കണോ? അവന്റെ ഓണായിക്കണോ? പൊട്ടന്റെ ലൈവ് ഓണായിക്കണോ? ചേച്ചി പേടിക്കണ്ട കേട്ടോ, ചെറിയ ഐറ്റംസ് ആണ്, പേടിക്കണ്ട. ഇന്റെ ചെറിയ പറഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് ഒരു വേറെ ചെറിയ കൈ മാറും. ചെറിമയാണ് ഞാൻ ഇതുവരെ എത്തിക്കുന്നത്. ഇപ്പൊ ലൈവ് കിട്ടിയടാ പഴയന്നൂര് പബ്ലിക്. ഇവന്റെ ക്ലിയർ ഇല്ലല്ലോ ഈ ചെങ്ങ. ആകെ 1000. ഇപ്പൊ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിരിക്കണ കേട്ടോ. പൈസ നല്ലോ ഇറക്കിക്കണ. ഏതായാലും ഇവൻ ഷൂട്ടിങ് തുടങ്ങി, പൈസ അത്യാവശ്യം ഇറക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? നേരം വെളുത്ത് പിന്നെ ചന്തിയും കഗ്ഗാതെ പല്ലും തേക്കാതെ അങ്ങോട്ട് പോവുകയാണ് ലൈവ് ഇടാൻ വേണ്ടി ഓരോരോ പിന്നെ അടുത്തേക്ക്. ഏതായാലും കുറച്ച് ഉസുറുമ്പിളി മാനവസാനം വേണ്ട ഈ ചെങ്ങായിക്ക്. ഞാൻ മുട്ടയുടെ ജയ്സിയെ എന്താടാ മുത്ത വർത്താനം? സുഖല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി കുഞ്ഞന്മാരെ. ഏതായാലും കുറച്ച് ആൾക്കാർ ഇറങ്ങിയാണ്ട് വെറുതെ. ഇപ്പൊ എന്താ അറിയോ, ഫിറോസിനെ വിമർശിച്ചു കഴിഞ്ഞാല് ഓന്റെ അക്കൗണ്ടും ഓന്റെ യൂട്യൂബും അങ്ങോട്ട് റീച്ച് ആക്കുക. എന്നിട്ട് വിമർശിച്ച് നല്ലോ ആയിട്ട് എന്താട്ടും, പിന്നെ പിന്നെ വിമർശിക്കൂല. പിന്നെ അതിന്റെ അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ പേര് മാറ്റിയാണ്ട് പിന്നെ ഓനായ്മ പൈസ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. യൂട്യൂബ് ചാനലിന്മ പൈസ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഇന്നലെ അവന്റെ വീഡിയോ കണ്ടപ്പോൾ കൈ തരിച്ചു. ചങ്ങായി എനിക്ക് കജ്ജല്ല ധരിച്ചിക്കണത്, ഇച്ചി എല്ലാം ധരിച്ചിക്കണം ഓന്റെ വീഡിയോ കണ്ടിട്ട്. ഇഞ്ച കൈപ്പാട്ടിലങ്ങ ഓൻ ഇഞ്ച മുന്നിക്ക് ഞാൻ ഒരൊറ്റ വാക്കുകൾ പറഞ്ഞു. ഇഞ്ച മുന്നിക്ക് ഓനെങ്ങാനും ആ ഒലക്കമ്മല ഫോണും വെച്ചുകാണ്ട് ഇഞ്ച മുന്നിക്ക് വന്നു കഴിഞ്ഞാല് പൊന്നാര ചെങ്ങായിമാരെ ഓന്റെ ഏട്ടക്കൗത്തിയാ പൊട്ടു. ഒരാൾ അനുവാദമല്ലാതെ ലൈവ് ഇട്ട് കഴിഞ്ഞാല് പൊട്ടിച്ച മൂത്ത് ഇപ്പൊ ഞാൻ നിങ്ങളെ അനുവാദമല്ലാതെ നിങ്ങളെ ഫോട്ടോ വീഡിയോസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റെ പേര് കേസും കൊടുക്കാം. എന്താ വേണ്ടിച്ച ഇന്നെ ചെയ്യാം. കുഞ്ഞാനെ എന്താ കുഞ്ഞേ, എന്താ SATP ഇവിടെ ഉണ്ടടാ കുഞ്ഞാ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഒരാളതില്ലാതെ ഒരാള്. അപ്പൊ ഈ മാനന്തവാടിത്തെ മാണിക്കല്ലാൾ പുggalaൾ എന്താ ചെയ്യേണ്ടത്? ചൊരം ഓന ഇറങ്ങാനയക്കരുത്. ആ ചൊര ഇറങ്ങിക്കഴിഞ്ഞാല് അവിടെ കുരങ്ങന്മാരുണ്ടാവും. ആ ചൊരത്തിന്റെ മേലെ തള്ളിട്ടളി കീപ്പിട്ട്. അടിപൊളി. വല്ലാത്ത ജാതിയാളെന്നിട്ട് ഇതിറ്റാള്.
പിന്നെ ഇനി വേറെ കാര്യം പാടെ ഞാൻ പറഞ്ഞുതരാം. ഫിറോസിനെ കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഉണ്ടാവും, അതിലൊരു സംശയമല്ല. ഫിറോസ് തെളിവും കാര്യങ്ങളൊക്കെ നിങ്ങളെ മുന്നിൽ കണ്ടിട്ട് നിരത്തിയതല്ലേ ചങ്ങായിമാരെ. ഈ വിമർശിക്കണ ഉസുറുമ്പുളില്ലാത്തവരുണ്ടല്ലോ എല്ലാം നിരത്തിയിട്ടുണ്ട്. പിന്നെ ഈ മൊട്ടന്റെ ഒരു ഏട്ടുണ്ട്, മൂപ്പര് വരെ ലേവ് ഇട്ടാണ്ട് പറഞ്ഞു ഓന് ബുദ്ധിയില്ലാത്ത. പിന്നെന്താ അറിയോ വേറെ കാര്യമുണ്ട്, ഈ മൊട്ടക്ക് തലക്ക് വെളിവില്ല, ഓന് മെന്റലിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ ഓൻ ചിലപ്പോ വെടിയൊക്കും ഓൻ കൊല്ലൊക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ ആദ്യം ശ്രദ്ധിക്കുന്നത്. മാപ്പിള കമ്മികളാണ് ഫിറോസിനെ തകർക്കാൻ മുന്നിൽ. ആഹാ, വല്ലാത്ത ജാതിയാണല്ലോ. ഏതാണ് ഹംക്കെ ഉസുറുമുളില്ലാത്താനാ? പറ എന്ത് ചെയ്യും, പറ എന്താ ചെയ്യേണ്ടത്? ഫിറോസിനെ തകർക്കാനുള്ള ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഫിറോസിനെ ഓരല്ല ഏത് വാപ്പ തടഞ്ഞിട്ടും കാര്യമില്ല, അത് തകരൊന്നുമില്ല. അതിന് മാത്രമല്ല ഒറ്റലോലൊന്നും ഇന്ന് കേരളത്തിലില്ല. ഫിറോസിനെ തകർക്കാൻ വേണ്ടി കുറച്ച് തൊലിച്ചിയാളിറങ്ങിക്കണേ. ഒന്ന് പോയടാ അവിടുന്ന്. ആ പഹേന് നല്ല ചുട്ട മറുപടി നമ്മൾ മലപ്പുറം ഭാഷയിൽ ഒന്ന് കൊടുക്ക്. ഓന്റെ കജ്ജും കാരും എന്തൊക്കെ ചങ്ങായി. ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർക്ക് നമ്മൾ എന്ത് പറഞ്ഞിട്ടാ കാര്യം? എന്ത് പറഞ്ഞിട്ടാണ് കാര്യം? തലക്ക് വെളിവ് എന്ന് പറഞ്ഞ സംഭവം ഈ ചങ്ങായിമാർക്കുണ്ടോ? എത്ര ദിവസമായി ഈ ഫിറോസ് ഇപ്പൊ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ നോണയാണ് ഇത് പറയണത്, സത്യമാണെന്ന് കേട്ടാ പോയി. ഇവന് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഫിറോസിന്റെ പേര് അല്ലെങ്കിൽ സജീർ പൈനൂരിന്റെ പേര് ഇതല്ലാതെ വേറെ എന്തെത്താ ഓൻ പറയണത്? അല്ലാതെ എന്തെത്താ ഓൻ പറയണത്? ഞാൻ ഇവിടെ ദുബായിക്ക് കയറിയേക്കാനൊക്കെ പിന്നെ ഇഞ്ച പേരും വെച്ചാണ്ട് കുറെ ഓൻ കളിച്ചു. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഇഞ്ച പേരും വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ഓന്റെ ഉത്തർച്ച ഞാൻ ഊരും. പിന്നെ ഞാൻ അന്തല്ലാത്ത ആൾക്കാരെ വെറുതെ പിന്നെ അക്കൗണ്ട് റീച്ച് ആക്കിയിട്ട് എന്താ കാര്യം? അവിടൊന്നൊരു കാര്യമല്ല. ഹക്കീമിന്റെ കാസിമിന്റെയും മോന്തൊക്കെ ഒന്ന് കൊടുക്കുമോ? ആ നല്ല നട്ടലിൽ ആണുങ്ങൾ നമ്മളെ കേരളത്തിലുണ്ടടാ, അത് കിട്ടിക്കോളും ഇൻഷാ അല്ലാ. ഒരുപാട് പാവങ്ങളെ കണ്ണീരൊപ്പണ ആ ഫിറോസ് എന്ന് പറഞ്ഞ ആ മാണിക്കക്കല്ലെ പുഗലിനെ വെറുതെ ഇട്ടുകാണ്ട് ചൊറിഞ്ഞുകാണ്ട് ഇനിയിപ്പോ പിന്നെ ഫിറോസ് ആ ചാറ്റി നിർത്താതൊക്കെ അതിനും വേണ്ടി തേടിക്കോളി നിങ്ങള്. ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയാവും. കുഞ്ഞാനെ നീ നാട്ടിൽ വന്ന് പോയിട്ട് എന്താ ആയോ? ഞാൻ വരുന്നുണ്ട്. ഞാൻ ഞാൻ 3-4 ദിവസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ വരും. ഇവിടെ 3-4 കടന്റെ വീഡിയോസും പാടെ എടുക്കാണ്ട്. നമ്മളെ പരിപാടി നടക്കണ്ടേ? ഞാൻ കടന്റെ ഏത് വീഡിയോസ് ഇട്ടാലും അതേപോലെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മള് പൈസ വാങ്ങും. അത് വേറെ വിഷയം, അത് വേറെ ചാറ്റി വേറെ. ഫിറോസിന് കട്ടൊക്കെ പോട്ട് അല്ലാ. പക്ഷെ ഇപ്പൊ ഈ ദുബായിൽ വന്നിട്ട് ഒരുപാട് കടന്റെ വീഡിയോ ഇട്ടു. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തേക്കണ്? ടിക്കറ്റ്, അതേപോലെ പിന്നെ ഭക്ഷണത്തിന്റെ കിറ്റുകള് 50 കിറ്റ്, 20 കിറ്റ്, 25 കിറ്റ് ഒക്കെ തരിക. പിന്നെ റൂം കാര്യങ്ങൾ എല്ലാം ഓലും കിட்ட അറേഞ്ച് ചെയ്ത് തരികയാണ്. ഇതാട്ടോ പിന്നെ നമ്മളെ തള്ളെല്ലാം കേട്ടുള്ള ഗ്രൂപ്പിൽ വിളിച്ചും ഇതാട്ടോ ഇവിടെ ഞങ്ങൾക്ക് 10 റൂമുണ്ട്, 10 ആക്കില്ല ഗ്യാപ്പ് ഉണ്ട്, ഭക്ഷണവും കാര്യങ്ങളും ഞങ്ങൾ കൊടുക്കുക. പിന്നെ ഇതാട്ടോ പിന്നെ ടിക്കറ്റിന്റെ പൈസ അല്ല ടിക്കറ്റ് ഞങ്ങൾ എടുത്തു തരാം. അങ്ങനെ പറയും. ഫിറോസിനെ തകർക്കാൻ ആ നാറിക്ക് ദുബായിക്ക് പണം പിരിക്കാൻ വരണം. എന്തൊക്കെ പിരിച്ചാൻ അവസരം കിട്ടിയാൽ ഞാൻ കൊടുക്കണം മുത്തേ, കൊടുത്തോ. ഇത്തരമൊക്കെ കേട്ടിട്ട് ആ ചങ്ങായിക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലല്ലോ അല്ലേ? ഒരു ഉസുറും പുളിയും മാനവസാനം ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക്, അതില്ല. ഇന്നലെ വയനാട്ടിൽ നിന്ന് പിന്നെ മാനന്തവാടിയിൽ നിന്ന് ചെറുക്കന്മാർ അങ്ങനെ പഞ്ഞിക്കിട്ടാണ്ട് പിന്നെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ തലക്ക് വെളി വന്നിക്കണോ? ഇല്ല. ആ കള്ളത്താടി ഉണ്ടല്ലോ, ഓരൊരു പേപ്പറും പിടിച്ചാണ്ട് ഇങ്ങനെ നടക്കുക, പാവങ്ങളെ സഹായിച്ച ആൾക്കാർക്കും വേണ്ടിക്കാണ്ട് പിന്നെ ഇതാക്കിയോണ്ട്. എന്നാ നാട്ടിലേക്ക് ശേഷം ഞാൻ ഇവരുടെ മുൻപ് ഞാൻ അപ്പുറത്ത് വരും. അപ്പൊ എന്താ അറിയോ, പണികൾക്ക് ഞാൻ സപ്പോർട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട മുത്താളെ, പാവങ്ങളെ സഹായിക്കുന്ന ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട്. നമ്മളെ ഫിറോസിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നന്മ ചെയ്യുന്ന കാരണം ഫിറോസ് വളർന്നറിയാം. അതിനിടയിൽ സ്വന്തം തന്തയെ തല്ലിയവൻ പുറകിൽ പോയി വെറുതെ സമയം കളയണ്ട, അവൻ നടന്ന് കുരക്കട്ടെ. ശരിയാണ് ചോന, ഹക്കീമിന്റെ കുടുംബക്കാരന് പോലും സപ്പോർട്ടില്ല ഇവരോട്. ശരി,
കുഞ്ഞാനെ അവൻ പട്ടാളക്കാരനാണ്, അതുകൊണ്ട് നമുക്ക് ഓ എന്തത്തായ ഞമ്മക്കെന്താ ചങ്ങായിമാരെ, എന്തായ ഞമ്മക്കെന്തോ ഒലക്കാണ്, പോകാൻ പറയുന്നോട്. കുഞ്ഞാ നമ്മളെ ഒരു മെസ്സേജിന് നിങ്ങൾ റീപ്ലൈ തരുന്നില്ല, എന്താ നിശ്ചയ പ്രശ്നം? അവൻ വെറും വേസ്റ്റാണ്. അതാ വേസ്റ്റല്ല, തീട്ടം ഉളുപ്പുണ്ടെങ്കിൽ അവൻക്ക് അത് ഉണ്ടാകാൻ കിട്ടേണ്ടതില്ല കാര്യം. ഫിറോസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങി നക്കി പോടാ ഏരപ്പേ. അല്ല തീട്ടങ്ങൾ കുറച്ച് തീ കയറിയിക്കണം കേട്ടോ, തീട്ടങ്ങൾ കുറച്ച് തീ കയറിയിക്കണ്. വൃത്തി കെട്ടവന്മാർ ഉസ്രുമ്പുളില്ലാത്തവർ കുറച്ച് നമ്മളെ ലേവിൽ കയറിയിട്ടുണ്ട്. നമ്മക്കിട്ടാണ്ട് തെറിക്കമന്റ് ചെങ്ങായിമാരെ ഇതിലും വലിയ തെറിക്കമന്റ് കേട്ടാണ്ട കുഞ്ഞാവിടെ എത്തിയിരിക്കണത്. കുഞ്ഞാനെ എനിക്ക് കുഞ്ഞാനെ എന്നെ ഒന്ന് മെയിൻ്റാക്കി. എന്താ പിന്നെ റാഷിദ വെച്ച് പറയണത്? എൻ്റെ കൂടെ ഞാനുണ്ട്, വല്ലാത്ത ജാതി മുത്തേച്ച്. അപ്പൊ പറഞ്ഞ കേട്ടില്ലേ, നമ്മള് വേണ്ട എന്താ അറിയോ, ഇങ്ങനത്തെ ആൾക്കാരെ ഇവന്റെ ശരിക്ക് നാട് പയ്യന്നൂരൊന്നും അല്ല തോന്നിട്ടോ. ഓൻ വേറെ ഇവിടുന്ന് വന്നുകാണ്ട് ഈ പയ്യന്നൂര് വന്ന് താമസിക്കുകയാണെന്നാണ് ഇപ്പൊ എനിക്ക് കിട്ടിയൊരു അറിവ്. ഐ ലവ് യു കുഞ്ഞാൻ. ആ രണ്ടാൾക്കും പ്രാന്താണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഇപ്പൊ എത്രങ്ങാനും ഇഞ്ച പേരിൽ വരെ വീട്ടിട്ട് ഞാൻ ഇതുവരെ തൊള്ള തുറന്നിട്ടില്ലല്ലോ. തുറക്കണങ്ങൾ കണ്ടിക്കണോ? സാഹി കെട്ടിട്ടാ തുറന്നത്. പൊന്നാരഞ്ച മാണിക്ക കല്യാണിഞ്ച പുമ്പരാളെ സാഹി കെട്ടിട്ട്. ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ പാവം എത്ര വീട് ചെയ്ത് എത്ര ആൾക്ക് ഉപകാരം ഉണ്ടെങ്കിലും ഇവനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് ഫിറോസ് ഒരു ലീഗുകാരന് എന്നുള്ള ആയതുകൊണ്ട് മാത്രമാണ് അവനെ തകർക്കുന്നത്, അല്ല വേറൊന്നുമല്ല. നമ്മളന്നും ഇങ്ങോട്ട് പറയുന്നത് നമ്മള് ഒരു സഖാവ് തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. പക്ഷെ ഫിറോസ് എന്ന് പറഞ്ഞ ആളെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇഞ്ച പേര് തന്നെ ഒരുപാട് സഖാവ് നമ്മളെ തന്നെ പിന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ജദ്ര ഫിറോസിനെ സപ്പോർട്ട് ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണമെന്ന്. അതൊന്നും ഇച്ച് ബേജാറില്ല കേട്ടോ, ഇച്ച പേടിയില്ല, ഇച്ചാതി ബേജാറേ ഇല്ല. നമ്മളെ മുത്ത് കട്ടക്ക് നിന്റെ കൂടെ കുഞ്ഞാനെ നീ ജോലി ചെയ്ത് ജീവിക്കുക. എനിക്ക് വയർപ്പിന്റെ അസുഖമുണ്ട്, ഞാൻ പണിയെടുത്താണ്ട് ഞാൻ ജീവിച്ചൂല. എനിക്ക് വയർപ്പിന്റെ അസുഖമുള്ളതാണ്, ഞാനൊരു പണി ഞാൻ എടുക്കാണ്ട് ഞാൻ ജീവിച്ചൂല. മതിയായി ഇളച്ച് പണിയെടുക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പത്തെ പരിപാടി എന്താണ്, ആ മൊബൈലായിട്ട് ഇങ്ങനെ പോവുക, ഒരു കടന്റെ പരസ്യം എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് കൊടുക്കാണ്ട് ആ ഫ്ലോട്ടിന്റെ ഒരു പരസ്യം എടുക്കുക. അതിമന്ന് ഞമ്മക്ക് എന്തൊരു 10 രൂപ കിട്ടും. അത് ഞാൻ വാങ്ങും. അതിനിപ്പോ എന്താ വാങ്ങണതിന് ഒരു പ്രശ്നമില്ല. അതിൻ്റെ മൊബൈൽ കൊണ്ട് ഞാൻ പരസ്യം ചെയ്ത് 5-6 ലക്ഷം ജനങ്ങളെ ഞാൻ കാട്ടി കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ഇതിന്റെ പൈസ വാങ്ങുന്നത്. ഒരു വീഡിയോ ഇട്ട 3-4 ലക്ഷം ജനങ്ങൾ കാണുന്നില്ലേ, അവർക്ക് പിന്നെ പരസ്യയില്ലേ, അപ്പൊ ഞാൻ വാങ്ങും. അതായത് പാവങ്ങളെ പോയി വീഡിയോ ഇട്ട് ചെയ്താണ്ട് കുഞ്ഞാന് 10 പൈസ വേണ്ട, ഒന്നും വേണ്ട, ഫ്രീ ആണ്. നീ കൂടി കൊണ്ട് ഫിറോസിന് പ്രശ്നം തുടങ്ങി. ഞാൻ കൂടിയോണ്ട് ഫിറോസിന് പ്രശ്നം തുടങ്ങിയില്ലേ? ആയിക്കോട്ടെ, ശരി. നമ്മളിവിടെ ഉണ്ടായതുകൊണ്ടേ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഫിറോസ് നമ്മളെ മുത്താണ്. ഞാൻ കൂടിയോണ്ട് ഇനി പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പരിഹാരം എനിക്ക് കാണാൻ കഴിച്ചു. പിന്നെന്താ അറിയോ, ഇപ്പൊ ഫിറോസിനെ വിളിച്ചോണ്ട് പറയും കുഞ്ഞാന്റെ ഒപ്പം നടക്കണ്ട കേട്ടോ, കുഞ്ഞാ മറ്റേതാണ് മറിച്ചതാണ് അറിയും. ഇച്ച് വിളിച്ചോണ്ട് പറയും ചെങ്ങായിച്ച ഫിറോസിന്റെ ഒപ്പം നടക്കണത് ഒഴിവാക്കിട്ടോ പറയും. അങ്ങനെ ഒന്നും തുമ്പി അത്തരിച്ച മൂക്കല്ല നമ്മളത്. നമ്മൾ ഫിറോസിനെ കട്ട സപ്പോർട്ട് ചെയ്താണ്ട് എന്നും മുന്നോട്ട് തന്നെ പോകും. പിന്നെ കുറെ ചാറ്റിക്കാരുണ്ട് കള്ളന്മാര്. ഫിറോസ് എന്തായാലും ബാങ്ക് ടു ബാങ്ക് അല്ലേ ട്രാൻസ്ഫർ ചെയ്യണത്, അല്ലാതെ പൈസ വാങ്ങിയിട്ട് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ പിന്നെ എന്താ കാട്ടുന്നത്? ഉളുപ്പ് വേണ്ട മനുഷ്യന്മാർക്കായാല്. ഇന്നലെ കമന്റ് പോലെ ഇന്നലെ സഞ്ജു പറഞ്ഞു അവന്റെ ഫോണിൽ മെസ്സേജ് വന്നത് 26 ലക്ഷത്തിൽ പരം ക്യാഷ് അക്കൗണ്ടിൽ വന്നിരുന്നു എന്ന്. ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു 21 ലക്ഷം അക്കൗണ്ടിൽ ഉള്ളെന്ന്. അപ്പൊ അതന്നെ പറഞ്ഞ ആ ബാങ്കിൽ പോയാൽ പോരെ. ഇനി നാട്ടുകാർക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോവുക, സ്റ്റേറ്റ്മെന്റ് എടുക്കുക, കാര്യങ്ങൾ ഇതാക്കാൻ നോക്കുക. ഈ ബാങ്കിൽ നിന്ന് ഏതൊക്കെ ബാങ്കിക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കണമെന്ന് നോക്കിയാൽ പോരെ ചങ്ങായിമാരെ. അത് ഫിറോസും പറഞ്ഞതല്ലേ. കുഞ്ഞാനെ നീ ഉമ്മുൽ കയ്യിൽ വരുന്നുണ്ടോ? കുഞ്ഞാനെ നമ്മൾ സൈബർ സഖാക്കളെ വെറുതെ ചൊറിയുണ്ടായിച്ച് പറഞ്ഞു കടന്ന ഉണ്ടിപ്പ് ഞാൻ പറ. കുഞ്ഞാപ്പ് ഒന്ന് ചിരിക്ക്. ഇവിടെ നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ചിരിച്ചു കാട്ടിയത്. ഇവിടെ കുറെ ടൈം കോട്ടൊക്കെ ഇട്ടാണ്ടില്ല ആൾക്കാരാണ് അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കണത്. ചിരിച്ചാന്ന് തോന്നില്ല. ഞാൻ ഓഫീസിലാണ്. ഇവിടെ വൈഫൈ ഉണ്ടായപ്പോ നമ്മളൊരു ഇതെടുത്തതാണ്.
പിന്നെ വേറെ കാര്യം ഇപ്പൊ ഞാൻ ഇപ്പൊ ഫിറോസിന്റെ ഒപ്പം ഒരുപാട് സ്ഥലത്തേക്ക് ഒരുപാട് വഴിക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തതാണ്. കാരണം ആ പിന്നെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ ഉണ്ട്, ഉദ്ഘാടനം ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ പാവങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് കൊടുക്കും. ഒരു ടിക്കറ്റ് ഫൈസലെ ഒരു ടിക്കറ്റ് തരുമോ? ഫൈസൽ കാര്യമായിട്ടാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നെ ഫൈസൽ ഒരു കാര്യം ചെയ്യ്, നമ്മളിവിടെ മെഹ്റ ട്രാവൽസ് ഉണ്ട്, മെഹ്റ ട്രാവൽസിൽ വന്നാണ്ട് പിന്നെ എനിക്ക് സൗദി വിസ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോ, ടിക്കറ്റ് നമ്മളെ പേര് പറഞ്ഞ മാതിരി ടിക്കറ്റ് തരും കേട്ടോ. എൻ്റെ പ്രൂഫും കാര്യങ്ങളും കൊടുത്താൽ മതി. 10 പൈസ കൊടുക്കുന്നു വേണ്ട, നാട്ടിലേക്ക് വയ്ക്കും, ടിക്കറ്റ് തരും. നമ്മൾ നോണ വരുന്നല്ലേ ഈ ട്രാവൽസിൽ വന്നാൽ മതി കേട്ടോ, അതൊക്കെ നമ്മൾ ചെയ്തു തരും. യൂട്യൂബ് ലീഗൽ എന്തോ ഇന്നലെ സഞ്ജുവിനെ ബീർ കൊടുത്തു, റൂമിൽ ഇരുത്തി സെറ്റുകൾ. ബീറാ കൊടുത്തത്, അപ്പൊ സാധനം കിട്ടിയില്ലടാ. ഇന്നത്തെ ബീർ അടിച്ചാലൊന്നും ഒന്നാവൂല കൈമാരെ, സാധനം കൊടുക്കാൻ പറ. പാണ്ടിക്കാട് ഭ്രാന്തൻ കുഞ്ഞാന് എന്താ റഷീൻ മോൻ, തണ്ടൊക്കെ സുഖാണല്ലോ അല്ലേ? കൂടുതലൊന്നും ഞാൻ പറയണില്ല. കുഞ്ഞാനെ അവിടെ നിന്ന് ചിരി വരുന്നില്ലേ? ഇവിടുന്ന് ചിരിച്ചാൽ അവിടെ സ്റ്റാൻഡേർഡ് ആൾക്കാരാണല്ലത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാന്യമായിട്ടില്ല. ഫിറോസിന്റെ കൂടെ പ്രവാസികളുണ്ട്, പ്രവാസികളില്ലാതെ ഫിറോസിന് ഒഴിക്കുന്നല്ലോ. കുഞ്ഞാനെ ഫിറോസ് പെട്ടു. ഇപ്പോ ബാബുവിന്റെ ന്യൂസ് ബായി കളവുണ്ടെങ്കിൽ കളവ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാൻ വരെ പിന്നെ ഒരു വാപ്പാനും സപ്പോർട്ട് ചെയ്യൂല. ഈ ഞാൻ പറഞ്ഞ ഞാനും തിരുത്തി പറയും, തെറ്റ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫിറോസ് ആണെങ്കിലും ആരാണെങ്കിലും ശരി. പക്ഷെ ഈ ഞാൻ പറഞ്ഞത് ഞാൻ ഓൻ്റെ ഒപ്പം ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഓന് കിട്ടണ പൈസയും കാര്യങ്ങളും ഞാൻ പിന്നെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഒരുപാട് 2, 3, 4 കട കണ്ടെന്നുണ്ടെങ്കിൽ എത്ര പൈസ കിട്ടണമെന്ന് നോക്കില്ല. അതൊരു പാവം രോഗി വന്നാൽ പൈസ കൊടുക്കുകയാണ്. ആസിക്കെ എവിടെ പോലീസ് ഉണ്ടോ? ഇവിടെ പോലീസൊന്നുമില്ല, ഞാൻ ഇതിന്റെ ഉള്ളിലാണ് ഒളിച്ചിരിക്കുകയാണ്. റസാക്ക് ഹായ്, എന്തുണ്ടാളിയാ വിശേഷം? നല്ല വിശേഷമാണ്, സുഖാണ്. പിന്നെ നമ്മളെ മുത്താണ് നിങ്ങളെ മുത്താണ് പറയാണ്ട് നിങ്ങളെന്താ നമ്മള് പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, അതില് കുഞ്ഞാൻ പാണ്ടിക്കാട്, അതിലൊക്കെ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കല്ലേ നിങ്ങള്. അതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂണ്ടി. ആ കിടുങ്ങാമണി ഇപ്പൊ ഇതിൽ ഈ 3200 ആൾക്കാരുണ്ട്. ഈ മുത്തുമണിയാളിന്റെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനൽ പോയി നെക്കിക്ക. ഏതായാലും പൊട്ടന്മാരെ കാലാണ് നമ്മളെ നാട്ടില്. പിന്നെ ഇഞ്ച വർത്താനം മാണിക്കക്കല്ലെ പുകലെ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നന്നായി കുഞ്ഞാനേന്നോ, നന്നായി. ഇഞ്ഞോട് പറയും പിന്നെ എൻ്റെ ഈ മാണിക്കക്കല്ലെ പുകല് കേട്ട് മടുത്ത് കയറി. ഈ മാണിക്കക്കല്ലെ പുകല കൊണ്ടാണ് കുഞ്ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് കേട്ടോ. അതും വേറൊരു വിഷയം. കുഞ്ഞാനെ എപ്പോഴാണ് നാട്ടിലേക്ക്? ഞാൻ വരും, ഞാൻ എന്തായാലും ഈ അയച്ചുണ്ടാവും കേട്ടോ കുഞ്ഞാ. അപ്പോ അങ്ങനെയൊക്കെയാണ് പറയണത്. ഇജ്ജ് എവിടെയാണ് കുഞ്ഞാന്? ഞാൻ അവിടെ ഉണ്ട്. പിന്നെ വേറെ ഇപ്പം തന്നെ ആ പൊട്ടം പറയണ്ടായിരുന്നു. പിന്നെ നമ്മളെ മറ്റവർക്ക് എന്താ പോകുന്ന പറഞ്ഞല്ലോ, ആ കുട്ടിന്റെ കാര്യം, കുട്ടിന്റെ എന്തോന്ന് പറഞ്ഞു. കുഞ്ഞാപ്പൂ സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹിച്ചാൽ മതി മുത്തുമണിയാളെ, എനിക്ക് വേറൊന്നും വേണ്ട. നിങ്ങളൊക്കെ സ്നേഹത്തിന്റെ മുന്നിൽ നമ്മൾ തോറ്റു പോവുകയാണ്. നിഷ എന്നാണ് നാട്ടിൽ സഹായിച്ച കുഞ്ഞാക്ക് താങ്ക്സ്. എന്നെ നാട്ടിൽ എത്താൻ സഹായിച്ച കുഞ്ഞാനിക്കാക്കും ടീമിനും താങ്ക് യു. കണ്ടില്ലേ ഇവിടെ ഒരു കുട്ടി കുടുങ്ങി കടന്നിരുന്നു. നമ്മളാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അൽഹംദുലില്ലാ റായത്തായിട്ട് എത്തിച്ചു കൊടുത്തത്. കണ്ടില്ലേ നമ്മളെ ടീം തള്ളല്ല, കേട്ടോളിയും. അത് മതി ചേച്ചിയെ, പ്രാർത്ഥിച്ചാൽ മാത്രമായിട്ടോ, വേറൊന്നും വേണ്ട, പ്രാർത്ഥന മാത്രം മതി. കുഞ്ഞാ അടിപൊളി. നാട്ടിൽ വരുമ്പോൾ ഷർട്ട് കൊണ്ട് തരുമോ? ഷർട്ട് എനിക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് കിട്ടിയിരിക്കണം. ഞാൻ ഓരോരോ കടന്റെ വീഡിയോ എനിക്ക് ഷർട്ട്, പാന്റ്, കാര്യങ്ങൾ, മൊബൈലും ഒക്കെ അയക്കണം. കുഞ്ഞാനെ ഞാൻ ദുബായിൽ ഉണ്ട്, ഒന്ന് കാണാൻ വഴിയുണ്ടോ?
ഞാൻ ദുബായിൽ ഇപ്പം ഉള്ളത് കറാമ നമ്മുടെ പിന്നെ മെഹ്റാൻ ട്രാവൽസിലാണുള്ളത്. മെഹ്റാൻ ട്രാവൽസ് പറഞ്ഞാൽ മാണിക്കക്കല്ലാട് പുഗലാള ട്രാവൽസാണ്. ഇവിടെ ആണെങ്കിൽ നല്ല വൈഫൈ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചും ഉണ്ട്. കുഞ്ഞാനൊക്കെ നിങ്ങൾ പൊളിയാണ്. നമ്മൾ പൊളിയാണെന്ന് ഇജിപ്പ് അറിയണോളൂ മുത്തേ എന്നോ അറിഞ്ഞിട്ട് ഞാൻ ലൈവ് ഇടാൻ ഈ ലൈവിന് ഇടാൻ എത്ര കിട്ടി? അല്ല അടച്ച് തോന്നൊന്നും തന്നിട്ടില്ല. എനിക്ക് ഫിറോസ് ആകെ എത്ര ഇഞ്ച് അക്കൗണ്ടിക്ക് ഒരു 10-20 ലക്ഷം വിട്ടിട്ടുള്ളൂ. അത് മതി എനിക്ക്. ഇജൊക്കെ ഒന്നേ മേമാക്ക പറഞ്ഞോടത്തൊന്ന് പോകണം കേട്ടോ. മേമാക്ക എവിടെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് ശരിക്കറിയാം എവിടെയാണെന്നുള്ളത്. അറിയില്ലേ? അതെൻ്റെ അപ്പാനോട് ചോദിച്ചു നോക്ക്. എൻ്റെ അപ്പ പറഞ്ഞുതരും എവിടെയാണ് മേമാക്ക പോകാൻ പറഞ്ഞതെന്നില്ല. ഫിറോസ് പൈസ തരുന്നത് നമ്മൾ ഇന്ന് വരെ ഫിറോസിന്റെ കയ്യിൽ നിന്ന് ₹1 വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ ഫിറോസിനെ നാട്ടുകാരന് ആരത്തിനും വാങ്ങിക്കണം തെളിയിച്ചടാ കുഞ്ഞാൻ വാങ്ങിക്കണമെങ്കിൽ തെളിയിച്ച് തന്തക്ക് പറഞ്ഞോലുണ്ടെങ്കിൽ തെളിയിച്ച് ബെല്ല് വിളിച്ചാണ്. നമ്മൾ 2-3 വീഡിയോ ചാറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോ നമ്മളും ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വാപ്പാൻ്റെ അടുത്ത് പോയാണ് ഞാൻ പൈസ വാങ്ങിക്കണമെന്നുള്ളത് തെളിയിച്ച്. ഫിറോസ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും തെളിയിച്ചാണ്ട് മുന്നിക്കരി. അല്ലാതെ നിങ്ങൾ ഇതാക്കണേ വിമർശിക്കണോര് വെറും ഈ സാധനമാണ് ചവറ്റ് കൊട്ട. മനസ്സിലായോ? അൽ മാണിക്കക്കല്ല് പുഗൽ. യെസ് കുഞ്ഞാനെ ഓടിക്കോ. അക്കീമുണ്ടിയും ഗൾഫിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടാവില്ല. പൊന്നാരൻ മാണിക്കക്കല്ലാളെ പുഗലാളെ എന്താ കാട്ടറിയാന്? ആദ്യം ഓന്റെ മുടിയാളെ ഫോൺ എടുത്താണ്ട് ഒറ്റ കയറാക്കറിഞ്ഞു ഉസുറും പുളി മാനവസാരം അല്ലാത്ത മുടിയാളിനെ ഫോണേറ്റ് വരുന്നത്. ഫിറോസിന്റെ കൂടെ ദൈവം ഉണ്ട്, അയാൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. യെസ് കറക്റ്റ്. ഇവൻ കാരണം നീ തകരും, അത് ഓർത്തോ. ആര് കാരണം? ഫിറോസ് കാരണം ഞാൻ തകരേ. പാണ്ടിക്കാടാരാ? എന്തോ ഒരു പാണ്ടിക്കാടിന്റെ പേര് കേട്ടു ഞാൻ. കുഞ്ഞാ ഉയര്. യെസ് ചാറ്റ് നല്ല ലാഭം ഉള്ള പരിപാടിയാണ്. അടാ പിന്നെ എന്താ ചാറ്റ് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ലാഭമുള്ള പരിപാടിയാണ്. പക്ഷെ പടച്ചോഭാഗത്ത് നിന്ന് നല്ല ലാഭമുണ്ട്. അത്യാവശ്യമല്ല ഒരുപാട് ലാഭമുള്ള പരിപാടിയാണ് ചാറ്റ്. നല്ല ലാഭം തന്നെയാണ്. ഇതൊക്കെ ഒന്നേ അവർക്ക് പോ. നിങ്ങളിങ്ങനെ കാട്ടിക്കൊണ്ട് നിങ്ങൾ അമ്മക്ക് ഇട്ടാണ്ട് ഇങ്ങനെ ഇതാക്കണ്ട. എന്നാലേ മുത്തുമണികളെ അപ്പൊ ഫിറോസിന്റെ കൂടെ എന്നും സപ്പോർട്ട് ചെയ്താണ്ട് പാണ്ടിക്കാട് കുഞ്ഞുണ്ടാവും. അതിലൊരു സംശയം ഉണ്ടാവില്ല. ആഷിക്ക് എവിടെ എവിടെ ഉണ്ടാനിയ ഇഞ്ച അനിയനും ഇഞ്ച പെങ്ങൊക്കെ ഉണ്ട് ലൈവിലോട്ടോ. വല്ലാതെ കൊണ്ട് നിങ്ങള് വർത്താനം പറിച്ച നിൽക്കണ്ട. അപ്പളേ ഫിറോസേ കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങുന്ന എന്നോട് എനിക്ക് പണ്ടേ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ ഓല് കാട്ടേണ്ടത് ഓല് കാട്ടേണ്ട. 2 തൊലിച്ചിയാള് 3 തൊലിച്ചിയാള് ഇനിയിപ്പോ 1 ലക്ഷം തൊലിച്ചിയാള് വന്ന എന്താ എനിക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് എന്റെ വൈത്താലുള്ളത്. തിരി തൊലിച്ചിയാളുണ്ട്, തിരി തൊലിച്ചിയാള്. ആ തൊലിച്ചിയാളെ കൊണ്ട് എന്ത് ഞാൻ വെക്കട്ടോ. അപ്പോ ഇൻഷാല്ലാ നമ്മള് വരും. വരുന്നുണ്ട്. ആ കോഴിക്കോട് പിന്നെ കോഴിക്കോടല്ല നമ്മളെ മലപ്പുറം എയർപോർട്ട് മലപ്പുറമാണല്ലോ. അപ്പൊ മലപ്പുറം എയർപോർട്ടിൽ ഞാൻ വരും. കരിപ്പൂരിക്ക് ഇന്നെ സ്വീകരിക്കാൻ വേണ്ടി കാണ്ട് പിന്നെ ആ മൊട്ടയും ആ മറ്റേ കാസിമും അവിടെ ഉണ്ടെങ്കിൽ ഇച്ച് വളരെ ഉസാറാണ്. അവിടുന്ന് ഞാൻ വരുന്നൊരു ലൈവ് ഇടുവണ്ടി. ഒരു ലൈവ് കുഞ്ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി കിട്ടി ഫേമസ് ആയിപ്പോൾ ഞാൻ പോയാടാ. മന്ത്രി ചൂതാണ് നിങ്ങളെ. എന്നാലേ മുത്തളെ ശരി ഞാൻ വെക്കാണ്. 4000 ആൾക്കാരുണ്ട്. ഈ 4000 ആൾക്കാർക്കും ആരാ വരുന്നത്? പോലീസൊന്നല്ലല്ലോ. അല്ല 4000 ആൾക്കാർക്കും ഇതുവരെ സഹിച്ച പിന്നെ നന്ദി നമസ്കാരം. ചങ്കല്ലേ ഹലോ വിട്ട് എന്നാ ചെറുക്കനെ പിന്നെ അർജന്റാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം. എന്നാ വെക്കട്ടെ മുത്തോണിയാളെ. അപ്പൊ ഫിറോസിന് കട്ട സപ്പോർട്ട് ആയിട്ടുണ്ടാവും. 2 പൊട്ടന്മാരുണ്ടല്ലോ, ഒരു കള്ളത്താടിയും ഒരു മൊട്ടയും. മൊട്ടന്റെ കണ്ണുമൂറ് കണ്ടാൽ തന്നെ പിന്നെ പട്ടികൾ വരെ വെള്ളം കുടിച്ചില്ല. അജാതി മോന്ത അതുകൊണ്ട്